നമസ്കാരം. പാലാഴിയുടെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, രാമായണത്തിന്റെ പുണ്യവഴികളിലൂടെ നമ്മൾ ഒരുമിച്ച് നടന്നത് ഓർമ്മയില്ലേ? ശ്രീരാമന്റെ ബാല്യത്തിലൂടെ, വനവാസത്തിലൂടെ, സീതാന്വേഷണത്തിലൂടെ, ഹനുമാന്റെ ഭക്തിയിലൂടെ, ലങ്കാദഹനത്തിലൂടെ, അവസാനം ധർമ്മത്തിന്റെ വിജയത്തിലേക്ക് ആ യാത്ര അവസാനിച്ചപ്പോൾ ഒരു കാര്യം മാത്രം അവസാനിച്ചില്ല: രാമനാമം. കാരണം ഒരു കഥ അവസാനിക്കാം, പക്ഷേ ആ കഥ നമ്മുടെ ഹൃദയത്തിൽ ഉണർത്തിയ ഭക്തി ഒരിക്കലും അവസാനിക്കില്ല. ആ ഭക്തിയുടെ അടുത്ത പടിയിലേക്ക് നമ്മളെ കൈപിടിച്ചു കൊണ്ടുപോവുകയാണ് ഇനി പാലാഴി. ഹരിനാമ കീർത്തനത്തിലേക്ക്. ഓരോ വീഡിയോയിലും ഒരു ശ്ലോകം, ഓരോ ശ്ലോകത്തിൻ്റെയും ഉള്ളിലേക്ക് ഒരു യാത്ര, അവിടെ ഒരു പുരാണ കഥ, ആ കഥയിൽ നിന്ന് നമ്മുടെ ജീവിതത്തിലേക്കൊരു കണ്ണാടി. അങ്ങനെ പഴയ കാലത്തെ ഒരു വാക്ക് ഇന്നത്തെ നമ്മുടെ ജീവിതത്തിൽ എന്താണ് പറയുന്നതെന്ന് നമുക്ക് ഒരുമിച്ച് കണ്ടെത്താം. ഇന്ന് തുടങ്ങുന്നത് ഓംകാരമായ പൊരുൾ എന്ന ശ്ലോകത്തിലൂടെയാണ്. ഓംകാരമായ പൊരുൾ മൂന്നായി പിരിഞ്ഞുടനെ ആങ്കാരമായതിനു താൻ തന്നെ സാക്ഷിയതു ബോധം വരുത്തുവതിനാളായി നിന്ന പരമാചാര്യരൂപഹരി നാരായണായ നമ. ഹരിനാരായണ നമ. ഇനി ഓരോ വരിയിലൂടെയും നമുക്ക് പതുക്കെ സഞ്ചരിക്കാം. ഓംകാരമായ പൊരുൾ മൂന്നായി പിരിഞ്ഞുടനെ. ഓം വെറുമൊരു ശബ്ദമല്ല, നമ്മുടെ ആത്മീയ പാരമ്പര്യത്തിൽ ഏറ്റവും പവിത്രമായി കണക്കാക്കപ്പെടുന്ന നാദമാണ് ഓംകാരം. ഓം എന്ന നാദത്തെ 3 അക്ഷരങ്ങളായി വ്യാഖ്യാനിക്കാറുണ്ട്: ആ, ഓ, മ. ജനനം, ജീവിതം, ലയം. അങ്ങനെ നോക്കുമ്പോൾ നമ്മുടെ ജീവിതവും ഒരു ചെറിയ ഓം തന്നെയാണ്. നാം ജനിക്കുന്നു, വളരുന്നു, ഒരുപാട് അനുഭവങ്ങളിലൂടെ കടന്നു പോകുന്നു, പിന്നെ ഒരു ദിവസം ഈ ലോകത്തോട് വിട പറയുന്നു. പക്ഷേ ഈ മാറ്റങ്ങൾക്കിടയിൽ നമ്മൾ പലപ്പോഴും മറക്കുന്ന ഒരു സത്യമുണ്ട്. ഞാൻ എന്ന് നമ്മൾ വിളിക്കുന്നത് എന്താണ്? കുട്ടിക്കാലത്തെ നമ്മളാണോ? ഇന്നത്തെ നമ്മളാണോ? അല്ലെങ്കിൽ നാളെ മാറാൻ പോകുന്ന നമ്മളാണോ? ശരീരം മാറുന്നു, ചിന്തകൾ മാറുന്നു, ആഗ്രഹങ്ങൾ മാറുന്നു, ബന്ധങ്ങൾ മാറുന്നു, ജീവിത സാഹചര്യങ്ങൾ മാറുന്നു. പക്ഷേ ഈ മാറ്റങ്ങളെല്ലാം അറിയുന്ന ഒരു സാക്ഷി നമ്മുടെ ഉള്ളിലുണ്ട്. അതാണ് അടുത്ത വരിയിലേക്ക് നമ്മെ കൊണ്ടുപോകുന്നത്. ആങ്കാരമായതിനു താൻ തന്നെ സാക്ഷിയതു. ഇവിടെ പറയുന്ന ആങ്കാരം അഹങ്കാരം എന്ന അർത്ഥത്തിലും കാണാം. ഞാൻ, എൻ്റെ, എനിക്ക്, എന്നെ എന്നിങ്ങനെ നമ്മൾ ചുറ്റും പണിയുന്ന ഒരു ചെറിയ ലോകമുണ്ട്. എൻ്റെ വീട്, എൻ്റെ പണം, എൻ്റെ മക്കൾ, എൻ്റെ ജോലി, എൻ്റെ സൗന്ദര്യം, എൻ്റെ പ്രശസ്തി, എൻ്റെ അഭിപ്രായം. പക്ഷേ ജീവിതം ചിലപ്പോൾ നമ്മളെ പഠിപ്പിക്കും. നമ്മൾ എൻ്റെ എന്ന് കരുതിയതൊന്നും എന്നേക്കുമായി നമ്മുടേതല്ല. ഒരു ദിവസം പണമുണ്ടാകും, മറ്റൊരു ദിവസം ഇല്ലാതാകും. ഇന്ന് ആരോഗ്യവും ശക്തിയും ഉണ്ടാകും, നാളെ ശരീരം വിശ്രമം ആവശ്യപ്പെടാം. ഇന്ന് നമ്മളെ ചുറ്റിപ്പറ്റി ഒരുപാട് ആളുകളുണ്ടാവും, കാലം മാറുമ്പോൾ ചിലരകലാം. ഇന്ന് നമ്മൾ മറ്റൊരാൾക്ക് താങ്ങായിരിക്കാം, നാളെ നമുക്ക് മറ്റൊരാളുടെ താങ്ങ് ആവശ്യമായി വരാം. ജീവിതം അങ്ങനെയാണ്, എല്ലാം മാറിക്കൊണ്ടിരിക്കും. പക്ഷേ ഈ മാറ്റങ്ങളെല്ലാം നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരാൾ നമ്മുടെ ഉള്ളിലുണ്ട്. അതാണ് സാക്ഷി. നമ്മുടെ സന്തോഷത്തെയും കാണുന്ന സാക്ഷി, നമ്മുടെ ദുഃഖത്തെയും കാണുന്ന സാക്ഷി, നമ്മുടെ വിജയത്തെയും പരാജയത്തെയും കാണുന്ന സാക്ഷി, നമ്മുടെ ചിന്തകളെയും വികാരങ്ങളെയും കാണുന്ന സാക്ഷി. ബോധം വരുത്തുവതിനാളായി നിന്ന്. ഈ വരിയാണ് ഈ ശ്ലോകത്തിന്റെ ഹൃദയം. ഭഗവാൻ നമ്മളെ ഭയപ്പെടുത്താനല്ല, ബോധം നൽകാനാണ്. ജീവിതത്തിൽ സംഭവിക്കുന്ന ഓരോ അനുഭവവും നമ്മളെ എന്തെങ്കിലും പഠിപ്പിക്കാനാണ് വരുന്നത്. ചിലർ നമ്മെ സ്നേഹിക്കാൻ പഠിപ്പിക്കും, ചിലർ ക്ഷമിക്കാൻ പഠിപ്പിക്കും, ചിലർ നമ്മെ വേദനിപ്പിക്കും. അവരിലൂടെ നമ്മൾ നമ്മളെ തന്നെ തിരിച്ചറിയാൻ പഠിക്കും. ചില നഷ്ടങ്ങൾ നമ്മെ തകർക്കും. പക്ഷേ അതേ നഷ്ടങ്ങൾക്ക് ശേഷം എനിക്ക് യഥാർത്ഥത്തിൽ എന്താണ് വേണ്ടത് എന്ന് നമ്മൾ ആദ്യമായി ചിന്തിച്ചേക്കാം. ചില പരാജയങ്ങൾ നമ്മെ പിന്നോട്ടടിക്കും. പക്ഷേ അതേ പരാജയങ്ങൾ നമ്മുടെ ഉള്ളിലെ ശക്തിയെ നമ്മൾ തിരിച്ചറിയാനുള്ള അവസരമായി മാറിയേക്കാം. അതുകൊണ്ട് ജീവിതത്തിലെ എല്ലാ അനുഭവങ്ങളെയും ശത്രുവായി കാണേണ്ടതില്ല. ചില അനുഭവങ്ങൾ നമ്മുടെ ഗുരുക്കന്മാരാണ്, പരമാചാര്യ രൂപ. ഇവിടെ ഭഗവാനെ പരമഗുരുവായി കാണുകയാണ്. നമ്മുടെ ജീവിതത്തിൽ അധ്യാപകർ പലരുണ്ട്. അമ്മ പഠിപ്പിക്കും, അച്ഛൻ പഠിപ്പിക്കും, ഗുരുക്കന്മാർ പഠിപ്പിക്കും, സുഹൃത്തുക്കൾ പഠിപ്പിക്കും, പുസ്തകങ്ങൾ പഠിപ്പിക്കും. പക്ഷേ ജീവിതം തന്നെ നമ്മെ പഠിപ്പിക്കുന്ന ചില പാഠങ്ങളുണ്ട്.
അവ പഠിക്കാൻ ഒരു പുസ്തകത്തിന് കഴിയില്ല. നഷ്ടം പഠിപ്പിക്കുന്ന പാഠം, വിരഹം പഠിപ്പിക്കുന്ന പാഠം, പരാജയം പഠിപ്പിക്കുന്ന പാഠം, സ്നേഹം പഠിപ്പിക്കുന്ന പാഠം, ക്ഷമ പഠിപ്പിക്കുന്ന പാഠം, സമയത്തിന്റെ വില പഠിപ്പിക്കുന്ന പാഠം, അവസാനം സ്വയം തിരിച്ചറിയാൻ ജീവിതം തന്നെ നമ്മെ പഠിപ്പിക്കുന്നു. അതിനാലാണ് ഭഗവാനെ പരമാചാര്യനായി കാണുന്നത്. ഈ ആശയം മനസ്സിലാക്കാൻ ഏറ്റവും മനോഹരമായൊരു കഥയാണ് ധ്രുവന്റെ കഥ. ധ്രുവൻ ഒരു ചെറിയ കുട്ടിയായിരുന്നു. അവന് അച്ഛന്റെ മടിയിൽ ഇരിക്കണമെന്നൊരു ചെറിയ ആഗ്രഹം. പക്ഷേ ആ ആഗ്രഹം പോലും അവന് നിഷേധിക്കപ്പെട്ടു. ആ കുഞ്ഞു മനസ്സിന് അത് വലിയ വേദനയായി. അവൻ അമ്മയുടെ അടുത്തെത്തി കരഞ്ഞു. അമ്മ സുനീതി അവനോട് പറഞ്ഞു, മകനെ, മനുഷ്യൻ നൽകുന്ന സ്ഥാനം ഇന്നുണ്ടാകും, നാളെ ഇല്ലാതാകും. പക്ഷേ എല്ലാവരുടെയും ഉള്ളിലുള്ള ശ്രീഹരിയെ തേടിയാൽ അവിടെ നിന്നുള്ള അനുഗ്രഹം ഒരിക്കലും നിന്നെ വിട്ടുപോകില്ല. ആ വാക്കുകൾ ധ്രുവന്റെ ജീവിതം മാറ്റി. അവൻ കാട്ടിലേക്ക് പോയി നാരായണ മന്ത്രം സ്വീകരിച്ചു. ഏകാഗ്രമായ മനസ്സോടെ ഭഗവാനെ ധ്യാനിച്ചു. അവസാനം മഹാവിഷ്ണു അവന്റെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു. അപ്പോൾ അച്ഛന്റെ മടിയിൽ ഇരിക്കാൻ ആഗ്രഹിച്ച ആ കുഞ്ഞിന് ലോകം തന്നെ നൽകാൻ കഴിയാത്ത ഒരു സ്ഥാനം ലഭിച്ചു, ധ്രുവ നക്ഷത്രം. പക്ഷേ കഥയുടെ ഏറ്റവും മനോഹരമായ ഭാഗം അതല്ല. ഭഗവാനെ കണ്ടപ്പോൾ ധ്രുവന്റെ മനസ്സിൽ ഒരു തിരിച്ചറിവുണ്ടായി. ഞാൻ തേടിയത് ഇതല്ലായിരുന്നു, എനിക്ക് വേണ്ടിയിരുന്നത് ഭഗവാനെ തന്നെയായിരുന്നു. നമ്മുടെ ജീവിതത്തിലും ചിലപ്പോൾ ധ്രുവനെ പോലെ തോന്നാറില്ലേ? എന്നെ ആരും മനസ്സിലാക്കുന്നില്ല, എനിക്ക് അർഹമായ സ്ഥാനം കിട്ടുന്നില്ല, എന്നെ എന്തുകൊണ്ട് പരിഗണിക്കുന്നില്ല, മറ്റൊരാൾക്ക് എല്ലാം ലഭിക്കുന്നു, എനിക്ക് മാത്രം എന്തുകൊണ്ടില്ല എന്നിങ്ങനെ പല ചോദ്യങ്ങളും നമ്മുടെ മനസ്സിലുയരാം. ഈ ചോദ്യങ്ങൾ നമ്മളെ വേദനിപ്പിക്കും. പക്ഷേ ധ്രുവന്റെ കഥ നമ്മോട് ഒരു മനോഹരമായ കാര്യം പറയുന്നു. മറ്റുള്ളവർ നമ്മെ എത്രമാത്രം അംഗീകരിക്കുന്നു എന്നത് നമ്മുടെ യഥാർത്ഥ മൂല്യം നിശ്ചയിക്കുന്നില്ല. നമ്മുടെ ഉള്ളിലെ നന്മ, നമ്മുടെ വിശ്വാസം, നമ്മുടെ പരിശ്രമം, നമ്മുടെ സ്നേഹം, നമ്മുടെ ഭക്തി, ഇവയാണ് നമ്മളെ യഥാർത്ഥത്തിൽ ഉയർത്തുന്നത്. നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും നമ്മൾ മറ്റൊരാളുമായി നമ്മളെ താരതമ്യം ചെയ്തിട്ടുണ്ടാകും. അവരുടെ ജീവിതം നോക്കി അവർക്കെല്ലാം ഉണ്ട്, എനിക്ക് മാത്രം എന്തുകൊണ്ട് ഇങ്ങനെ എന്നിങ്ങനെ നമ്മൾ ചിന്തിച്ചിട്ടുണ്ടാകും. പക്ഷേ ഓരോ ജീവിതത്തിനും അതിൻ്റെതായ വഴിയുണ്ട്. ഓരോരുത്തരുടെയും യാത്ര വ്യത്യസ്തമാണ്. അതുകൊണ്ട് മറ്റൊരാളുടെ ജീവിതത്തെ അളവുപോലാക്കി നമ്മുടെ ജീവിതത്തിന്റെ വില നിശ്ചയിക്കേണ്ടതില്ല. നമ്മുടെ വഴി നമ്മുടേതാണ്, നമ്മുടെ സമയവും നമ്മുടേതാണ്, നമ്മുടെ വളർച്ചയും നമ്മുടേതാണ്. ഇന്ന് നമുക്ക് ഒരു ചെറിയ പരീക്ഷണം ചെയ്യാം. നമ്മുടെ ജീവിതത്തിൽ നമ്മെ ഏറ്റവും കൂടുതൽ വിഷമിപ്പിക്കുന്ന ഒരു കാര്യം ഓർക്കുക. ഒരു വ്യക്തിയാകാം, ഒരു പ്രശ്നമാകാം, ഒരു നഷ്ടമാകാം, ഒരു പൂർത്തിയാകാത്ത ആഗ്രഹമാകാം, ഒരു നിരാശയാകാം. അത് മാറ്റണമെന്ന് ഉടനെ ഭഗവാനോട് ആവശ്യപ്പെടേണ്ട. പകരം പതുക്കെ പറയൂ, ഹരിനാരായണ, ഈ അനുഭവത്തിലൂടെ ഞാൻ എന്താണ് പഠിക്കേണ്ടത് എന്ന് എനിക്ക് മനസ്സിലാക്കി തരണമേ. ഇതാണ് ഇന്നത്തെ ശ്ലോകത്തിന്റെ ഏറ്റവും വലിയ ജീവിത പാഠം. കാരണം പ്രശ്നം മാറുന്നതിനേക്കാൾ വലിയ അനുഗ്രഹമാണ് പ്രശ്നത്തെ കാണുന്ന നമ്മുടെ മനസ്സ് മാറുന്നത്. നമ്മുടെ ജീവിതത്തിലെ ഏത് ഘട്ടത്തിലായാലും ഈ വാക്കുകൾ നമ്മോട് സംസാരിക്കുന്നുണ്ട്. നമ്മൾ പഠിക്കുന്ന കാലത്തായാലും, ഒരു കുടുംബം കെട്ടിപ്പടുക്കുന്ന കാലത്തായാലും, ഒരു ജോലി അന്വേഷിക്കുന്ന സമയത്തായാലും, ഒരു വലിയ ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്ന സമയത്തായാലും, ജീവിതത്തിൽ ഒരുപാട് അനുഭവങ്ങൾ പിന്നിട്ട് തിരിഞ്ഞു നോക്കുന്ന സമയത്തായാലും ഒരു ചോദ്യം നമുക്ക് നമ്മോട് തന്നെ ചോദിക്കാം. ഈ അനുഭവം എന്നെ എന്താണ് പഠിപ്പിക്കുന്നത്? ആ ചോദ്യം തന്നെ ചിലപ്പോൾ നമ്മുടെ ജീവിതത്തെ മാറ്റിമറിച്ചേക്കാം. ആരെങ്കിലും നമ്മേക്കാൾ കൂടുതൽ വിജയിച്ചാൽ നമ്മൾ പരാജയപ്പെട്ടവരാകുന്നില്ല. ആരെങ്കിലും നമ്മേക്കാൾ സുന്ദരിയായി തോന്നിയാൽ നമ്മുടെ സൗന്ദര്യം കുറഞ്ഞു പോകുന്നില്ല. ആരെയെങ്കിലും നമ്മെ ഇഷ്ടപ്പെടാതിരുന്നാൽ നമ്മുടെ വില കുറയുന്നില്ല. ആരെങ്കിലും നമ്മളെ മനസ്സിലാക്കാതെ പോയാൽ നമ്മുടെ സത്യത്തിന് വിലയില്ലാതാകുന്നില്ല. നമ്മുടെ ഉള്ളിലെ നന്മയുടെ വില മറ്റുള്ളവരുടെ അംഗീകാരത്തെ ആശ്രയിച്ചല്ല. ധ്രുവനെ പോലെ നമ്മുടെ വിശ്വാസത്തിൽ കുറച്ചു നിൽക്കാം. നല്ല മനസ്സോടെ മുന്നോട്ട് പോകാം. നമ്മൾ പലതും സ്വന്തമാക്കി, പലതും നഷ്ടപ്പെടുത്തി, പലരെയും സ്നേഹിച്ചു, പലരാൽ വേദനിക്കപ്പെട്ടു. പല സ്വപ്നങ്ങൾ പൂർത്തിയായി, ചിലത് പൂർത്തിയാകാതെ പോയി. ചില ആളുകൾ നമ്മുടെ ജീവിതത്തിലേക്ക് വന്നു, ചിലർ യാത്രാമധ്യേ അകന്നു. ചില ബന്ധങ്ങൾ നമ്മെ സന്തോഷിപ്പിച്ചു, ചില ബന്ധങ്ങൾ നമ്മെ ജീവിതം പഠിപ്പിച്ചു. എന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ ഒരു പക്ഷേ നമ്മൾക്ക് മനസ്സിലാക്കും, ജീവിതം നമുക്ക് കൊടുത്തതിലുപരി
ജീവിതം നമ്മളെ പഠിപ്പിച്ചതാണ് വലിയ സമ്പത്ത്. അതുകൊണ്ട് കഴിഞ്ഞു പോയതിനെക്കുറിച്ച് മാത്രം ദുഃഖിക്കാതെ ഇനി മുന്നിലുള്ള ദിവസങ്ങളിൽ മനസ്സിൽ നാമം നിറയ്ക്കാം. ഇന്ന് രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് ഒരു നിമിഷം കണ്ണുകൾ അടയ്ക്കൂ. ശ്വാസം പതുക്കെയാകും. പിന്നെ 3 പ്രാവശ്യം പറയൂ, ഹരിനാരായണ നമ. ഒന്നും ചോദിക്കേണ്ട, ഒന്നും പരാതിപ്പെടേണ്ട. വെറുതെ പറയൂ, ഭഗവാനെ, എനിക്ക് വേണ്ടത് എന്താണെന്ന് എനിക്കറിയില്ല, പക്ഷേ എനിക്ക് വേണ്ട വഴി നീ കാണിച്ചു തരണമേ. ഇന്നത്തെ ശ്ലോകം നമ്മളോട് പറയുന്ന ഒരു വാചകം മാത്രം ഓർമ്മയിൽ വയ്ക്കാം. ജീവിതത്തിലെ ഓരോ അനുഭവവും ഒരു ശിക്ഷയല്ല. ചിലത് നമ്മെ ഉണർത്താൻ വരുന്ന പാഠങ്ങളാണ്. നമ്മുടെ ദുഃഖങ്ങളെല്ലാം അനുഗ്രഹമാണെന്ന് പറയേണ്ടതില്ല. വേദന വേദന തന്നെയാണ്. നഷ്ടം നഷ്ടം തന്നെയാണ്. കണ്ണുനീർ കണ്ണുനീർ തന്നെയാണ്. പക്ഷേ ആ വേദനകളിലൂടെ ഒരു പുതിയ ബോധം നേടാൻ കഴിഞ്ഞാൽ അത് നമ്മുടെ ജീവിതത്തിലെ ഒരു വലിയ വിജയമാണ്. ധ്രുവനെ പോലെ നമ്മുടെ വേദനയെയും ഒരു പ്രാർത്ഥനയാക്കി മാറ്റാം. നമ്മുടെ കണ്ണീരിനെയും ഒരു നാമസ്മരണയാക്കി മാറ്റാം. നമ്മുടെ ആശയക്കുഴപ്പത്തെയും ഭഗവാന്റെ പാദങ്ങളിൽ സമർപ്പിക്കാം. അങ്ങനെ ഓംകാരമായ പൊരുൾ എന്ന ആദ്യ ശ്ലോകം നമ്മെ ഒരു വലിയ യാത്രയിലേക്ക് ക്ഷണിക്കുന്നു. പുറത്തുള്ള ലോകത്തെ മനസ്സിലാക്കുന്നതിന് മുമ്പ് നമ്മുടെ ഉള്ളിലെ നമ്മളെ മനസ്സിലാക്കാനുള്ള യാത്ര. അഹങ്കാരത്തിൽ നിന്ന് ബോധത്തിലേക്ക്, ആഗ്രഹത്തിൽ നിന്ന് സമർപ്പണത്തിലേക്ക്, വേദനയിൽ നിന്ന് വിശ്വാസത്തിലേക്ക്, അവസാനം നാമത്തിലേക്ക്. ഇതാണ് ഹരിനാമ കീർത്തനത്തിൻ്റെ യാത്ര. ഇതാണ് ഇനി പാലാഴിയുടെയും യാത്ര. നാളെ വീണ്ടും പുതിയൊരു ശ്ലോകം, ഒരു പുതിയ കഥ, ഒരു പുതിയ ജീവിതപാഠം നമുക്ക് ഒരുമിച്ച് പഠിക്കാം. അതുവരെ നിങ്ങളുടെ ഹൃദയത്തിൽ ഈ നാമം നിറഞ്ഞിരിക്കട്ടെ. ഹരിനാരായണ നമ. നമസ്കാരം.